ഇത് നമ്മളിപ്പോൾ ഒരു ജോബിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ നമുക്കൊരു ജോബ്സിനെ 3 ഡിഫറെൻറ്റ് ജനറേഷൻസ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഫസ്റ്റ് ജനറേഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഗ്രാൻഡ് പാരൻസിൻ്റെ ജനറേഷനാണ്. ആ ഒരു ജനറേഷനിൽ നമ്മുടെ ബേസിക് നീഡ്സ് ആയിട്ടുള്ള ഫുഡ്, വാട്ടർ, ഷെൽട്ടർ, ക്ലോത്തിങ് ഇതൊക്കെ അവർ നമുക്ക് വേണ്ടി ചെയ്തു തന്നു. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിലാവട്ടെ അവരുടെ നമ്മളെ മുതലാളിമാർ എത്ര ആട്ടും തൊഴിയും നമ്മളുടെ ഗ്രാൻഡ് പാരൻസിന് കൊടുത്താൽ പോലും അവരെ ജോബ് വിടില്ലായിരുന്നു. ഇപ്പോൾ ഒരു സെക്കൻഡ് ജനറേഷൻ എന്ന് പറയുന്നത് നമ്മുടെ പാരൻസിൻ്റെ ജനറേഷനാണ്. ആ ഒരു ജോബ് ജനറേഷൻ ആ ടൈമിൽ നമുക്ക് ടി വി, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ അതൊക്കെ നമുക്ക് കിട്ടിയത് ആ സെക്കൻഡ് ജനറേഷനിലാണ്. അതോടെ നമ്മുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്ങും കൂടി. ഇപ്പോൾ ഇതിൽ തേർഡ് ജോബ് ജനറേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ജനറേഷനാണ്. നമ്മളുടെ ഗ്രാൻഡ് പാരൻസിൻ്റെ ജനറേഷൻ നമ്മുടെ ബേസിക് നീഡ്സ് ഒക്കെ ചെയ്തു തന്നു. അതേപോലെ നമ്മുടെ പാരൻസിൻ്റെ ജനറേഷൻ നമ്മുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് കൂട്ടി. ഇപ്പോഴുള്ള ജനറേഷൻ നോക്കുന്നത് ക്വാളിറ്റി ഓഫ് ലിവിങ് ആണ്. അപ്പോൾ നമ്മുടെ വർക്ക് പ്ലേസിൽ നമ്മൾ നന്നായിട്ട് ട്രീറ്റ് ചെയ്യുന്നില്ല, നമുക്ക് വേണ്ട റെക്കഗ്നിഷൻ കിട്ടുന്നില്ല, റിവാർഡ്സ് കിട്ടുന്നില്ലെങ്കിൽ അവരുടെ മുന്നിൽ ധാരാളം ഓപ്പർച്യൂണിറ്റീസ് ആണുള്ളത്. അവർ അവരുടേതായ ഓപ്പർച്യൂണിറ്റീസ് നോക്കി പോകും. അവർ കഷ്ടതയും സഹിച്ച് അവിടെ അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കേണ്ട ഒരാവശ്യം വരുന്നില്ല. അപ്പോൾ നിങ്ങളുടെ കൂട്ടത്തിൽ കഷ്ടപ്പെട്ട് ഇപ്പോഴും ഇഷ്ടപ്പെടാത്ത ജോലി ചെയ്ത് അവിടെ തന്നെ കടിച്ചു തൂങ്ങി നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൊന്ന് അയച്ചു കൊടുക്കുക. അവർക്കിതൊരു മോട്ടിവേഷൻ ആയിക്കോളും.